വെറുതെ പോലീസിന്റെ ഇടി കൊള്ളിക്കല്ലേ. കുടുംബവും പ്രാരാബ്ദവും ഒക്കെ ഉള്ളതാ. ഞാനങ്ങ് പൊക്കോളാം. എന്നാ പോയനടാ, ഈ പരിസരത്തിന് കണ്ടുപോകരുത്. കണ്ടാ തന്നെ കഞ്ചാവ് കേസാ. മക്കളെ, പരിചയമില്ലാത്തവരൊന്നും വന്ന് വിളിച്ചാൽ കൂടെ പോയിക്കളയല്ലേ. കാലം വല്ലാത്തതാ. കഴിയുട്ടാ. മാഡം വിളിക്കുന്നു. ആ, ഇതാ വരുന്നു. പപ്പി പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ കൂടെ. ഇത് തന്നെ അവസരം. വണ്ടി സ്റ്റാർട്ടാക്കടാ. എടാ വണ്ടി എടുക്കടാ പെട്ടെന്ന്. അടങ്ങിരിക്കും. ഒന്ന് പോവാ ചേർന്ന്. പപ്പി അവന്റെ മോഹം മാന്തി പറിച്ചിട്ട് ചാടി ഇറങ്ങി വാ. സ്റ്റാർട്ടാക്കടാ വണ്ടി. എന്ത് പറയുന്നത്? പോലീസ് അങ്കിൾ, എന്റെ ഫ്രണ്ടിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നു. സ്കൂളിൽ വെച്ച രക്ഷിക്കണം. മിണ്ടി പോരുത്. നിക്കാനല്ലേ പറഞ്ഞത്? ഒന്ന് പോവാ ചേർന്ന്. ഞാൻ പറഞ്ഞല്ലോ, പെറ്റി അടയ്ക്കാതെ വണ്ടി റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ റോഡിൽ നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. റെസ്പോണ്ട്. ടൈഗർ ടീം റെസ്പോണ്ട്. ടൈഗർ ടീം റെസ്പോണ്ടിങ് സാർ. ഞങ്ങൾ ആ ഏരിയയിൽ തന്നെ ഉണ്ട് സാർ. ഞങ്ങൾ ഇപ്പോൾ പുറപ്പെടുക സാർ. വണ്ടി എടുക്കണോ സാർ? ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ആക്കടാ. ഒന്ന് വേഗം സ്റ്റാർട്ട് ആക്കടാ. പറഞ്ഞത് എന്താടാ ഈ കളിക്കണ? നീ എന്നെ കൊലക്ക് കൊടുക്കൂടാ. സ്റ്റാർട്ട് ആകുന്നില്ല അച്ഛാ. ഓ എടാ, എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യടാ. അവിടെ നിൽക്കോ. ഓടണമെന്ന് പറഞ്ഞ പോലീസ് വേഗം വന്ന് കേറ്. എന്നെ കൂടെ കൊണ്ടുപോടാ. എന്നെ കൂടെ കൊണ്ടുപോ. നമുക്ക് പോവാ. അയ്യോ, എന്നെ പിടിക്കല്ലേ സാറേ. എനിക്കൊരു അബദ്ധം പറ്റിയതാ സാറേ. എന്റെ അബദ്ധം സാറേ, ഞാൻ ഒന്നും ചെയ്തില്ല. സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അടിക്കില്ല സാറേ. കരയാതെ, ഇനി അവന്റെ അനി പോലീസ് നോക്കോളും. ഇങ്ങോട്ട് വേണോ സാറേ? അടങ്ങിയിടാ. സാറേ വിടാനാ പറഞ്ഞേ. സാറേ ആരാ വിളിച്ചത്? മോളാണോ നൂറി വിളിച്ചേ? അതെ. മിടുക്കി. ഇത്തരം സന്ദർഭങ്ങളിൽ പതറിപ്പോകാതെ മനസാന്നിധ്യത്തോടെ പ്രവർത്തിക്കണം. എന്താ സംഭവിച്ചേ? അവര് വന്നെന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് പോവാൻ നോക്കി. കുട്ടി മുമ്പ് കണ്ടിട്ടുണ്ടോ അവരെ? ഇല്ല. ഓക്കെ, സ്റ്റേഷൻ വരെ അങ്കിളിന്റെ കൂടെ ഒന്ന് വരണം. അത് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടെത്തിക്കാം. കുട്ടിയും വരേണ്ടി വരും. ഞാൻ വിറ്റ്നസ് ആണല്ലേ,
അതെ. കിഡ്നാപ്പിംഗ് കേസാണല്ലേ? അതെ. കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എന്റെ അമ്മ. കളക്ടറുടെ മകളെന്നൊരു പ്രത്യേക പരിഗണനയൊന്നും അവൾക്ക് കൊടുക്കരുത്. അക്കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ ഇവളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കാർ ജോലിക്കാരിയുടെ മകൾ, അത്രയും മതി. എന്റെ അമ്മയ്ക്ക് സർക്കാർ ജോലിയാ, അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് അറിയാം. ഓ, എന്നാ നമുക്ക് സ്റ്റേഷനിലേക്ക് പോയാലോ? പരിചയമില്ലാത്ത ആരുടെ കൂടെ ഞാനിനി പോവില്ല. നിങ്ങളെ എനിക്ക് പരിചയമില്ലല്ലോ. പപ്പി, പോലീസുകാരെ വിശ്വസിക്കാം. നമ്മളെ സഹായിക്കാനാ അവര് ജോലി ചെയ്യുന്നത്. പോലീസിനെ പേടിക്കണ്ട. നമ്മൾ കുട്ടികൾക്കൊരു അപകടം ഉണ്ടായ പെട്ടെന്ന് ഓടിയെത്തും പോലീസ്. എന്നാലും നീ പേടിക്കണ്ട. പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനും വരുന്നുണ്ടല്ലോ. അവിടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ സത്യ വരില്ലല്ലോ. അവിടേക്ക് ഞാൻ വരാം. വീട്ടിലേക്ക് സത്യ വരുമെന്നോ? നീ എന്റെ ഫ്രണ്ട് അല്ലേടി? താങ്ക്സ് സത്യ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് തമ്മിൽ താങ്ക്സ് പറയാൻ പാടില്ലെന്ന്. ആഹാ, ഉച്ചറക്കം കഴിഞ്ഞോ? ആ, വെറുതെ ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ആ, രോഹിത് അങ്ങോട്ടിരുന്നോ. ചായയും നല്ല ചൂട് ഏത്തക്ക അപ്പവും ഞാൻ എടുത്തോണ്ട് വരാം. ആഹാ, ഏത്തക്കാണോ അത്? ആ, പപ്പിക്ക് വലിയ ഇഷ്ടല്ലേ. സ്കൂൾ വിട്ട് വരുമ്പോ കൊടുക്കാലോ. അവൾ ഇതുവരെ വന്നില്ലേ? ഹാ, വിഷ്ണുവേട്ടൻ കൂട്ടിക്കൊണ്ട് വരണ്ടേ? വിഷ്ണു മോളത്തെ നിലയിലുണ്ടായിരുന്നല്ലോ ഞാൻ ഇറങ്ങി വരുമ്പോ. അപ്പൊ പോയില്ലേ? അല്ല, ഇപ്പൊ സമയം എന്തായി? 4 മണി കഴിഞ്ഞു. 3:30 സ്കൂൾ വിടുന്നതാണല്ലോ. അവൾ എന്ത് ചെയ്യോ എന്തോ. ഇതാണ് പപ്പിയുടെ വീട്. അതെ. വാ മക്കളെ, വാ. അപ്പോ ഇതിന് അതെ വിഷ്ണുവേട്ടാ, ഏട്ടൻ പപ്പയെ വിളിക്കാൻ പോയില്ലേ? ആ പോയി. 4 മണിക്കല്ലേ സ്കൂൾ വിടുന്നേ? അത് എടാ 4 മണിയൊക്കെ പണ്ട്. നീ എന്തെടുക്കായിരുന്നു ഇതുവരെ? അല്ല, അപ്പൊ അവര് പപ്പി മോളെ, എന്താ എന്താ മോളെ, എന്താ പറ്റിയേ? എന്താടി, എന്തിനാ കരയുന്നേ? എന്താടി മോളെ? ഇവിടുന്ന് കുട്ടിയെ സ്കൂളിൽ നിന്ന് വിട്ട് ആരും പോകാറില്ലേ? അല്ല, ഞാൻ പോവാറിങ്ങായിരുന്നു. 3:30 സ്കൂൾ വിടുമെന്ന് അറിയില്ലേ? ഇപ്പോഴാണോ ഇറങ്ങുന്നത്? എന്താ എന്തു പറ്റി? ഏതോ പിള്ളേരെ പിടുത്തക്കാര് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. ഈശ്വരാ. ഈ കുട്ടി സമയോചിതമായിട്ട് ഇടപെട്ടതുകൊണ്ടാ മോളെ തട്ടിക്കൊണ്ടു പോകുന്നത് തടയാൻ സാധിച്ചത്. ആ ക്രിമിനൽസിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. മോളെ നീ? ഞാൻ തന്നെയാ സത്യാമ്മേ. ഈശ്വര, കുഞ്ഞീച്ചയുടെ കുഞ്ഞിനെ തന്നെ നീ കൂടപ്പറപ്പിന് കാവലായി കൊടുത്തല്ലോ.
രക്തത്തെ തിരിച്ചറിഞ്ഞതുപോലെ. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. കാലം അത്ര നല്ലതല്ല. കുഞ്ഞുങ്ങളെ ഒന്നും എവിടെയും തനിച്ചു വിടാൻ പറ്റാത്ത സമയമാണ്. പപ്പിമോളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകളെ പിടികിട്ടിയോ? ഒരുത്തനെ കിട്ടി. രണ്ടാമത്തവന് വേണ്ടി വലവിരിച്ചിരിക്കുക. കിട്ടും, കിട്ടാതിരിക്കില്ല. CCTV ഒക്കെ ഉണ്ടല്ലോ. ഒരുത്തനായാലും മതി, അവനെ ഇടിച്ചു പിഴിഞ്ഞിട്ടായാലും അത് പറയിക്കണം. അവനെന്തിനാ സത്യഭാമയുടെ പേരക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന്. പണത്തിന് വേണ്ടി തന്നെ ആവും സത്യാമേ. അന്യ സംസ്ഥാനക്കാരൊക്കെ പെരുകിയപ്പോ ഇതൊക്കെ പതിവാ. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആളെ കൊല്ലുന്ന നാടാ ഇപ്പൊ നമ്മുടേത്. ഇദ്ദേഹം പറയുന്ന ആ ഭാമേ ശരി. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കണം. അതേ ഉള്ളൂ രക്ഷ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സത്യാമേ. ഇനി ഈ കുട്ടിയെ കൂടെ കൊണ്ടുപോയി വീട്ടിലാക്കണം. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഏയ്, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ. നന്ദി പറയണമെങ്കിൽ അത് ഈ കുട്ടിയോടാ പറയണ്ടേ. വാ മോളെ, നമുക്ക് പോവാം. ഒരു മിനിറ്റ്. മോർണിംഗ് വന്നേ. വിരോധമില്ലെങ്കിൽ ഈ കുട്ടിയെ അല്പസമയം ഇവിടെ നിർത്താവോ? ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുന്ന ഈ മിടിക്ക്. അതിനെന്താ സത്യാമ്മേ, പോലീസ് സ്റ്റേഷനേക്കാൾ സുരക്ഷിതമല്ലേ സത്യാമ്മയുടെ വീട്. മോളെ, അങ്കിള് പോട്ടെ. ശരി അങ്കിൾ. അയ്യോടാ, മോളിങ് വന്നേ. എന്റെ പപ്പിമോള് പേടിച്ചു പോയോ? ശരിക്കും പേടിച്ചു. പേടിക്കണ്ട കേട്ടോ. സത്യാമ്മയില്ലേ? സത്യാമ്മേ, ഈ ഫ്രണ്ടാ എന്നെ പിള്ളേരെ പിടുത്തക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. ഓ, ഒരാളിനെ തൂക്കിയെടുത്ത ബൈക്കിന്റെ പിന്നാലെ വെച്ചോണ്ട് പോകാൻ നോക്കിയപ്പോ ഈ ഫ്രണ്ടാ വാട്ടർ ബോട്ടിൽ കൊണ്ട് എറിഞ്ഞ് അയാളെ തന്നെ വിടിയിച്ചത്. മിടുക്കി. മോളെ, ഈ ചോക്ലേറ്റ്സ് വാങ്ങ്. വേണ്ടെങ്കിലേ, കടമ ചെയ്യുന്നതിന് പ്രതിഫലം വാങ്ങരുതെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. പപ്പി എന്റെ ഫ്രണ്ട് അല്ലേ, അവളെ രക്ഷിക്കാന്നുള്ളത് എന്റെ കടമയാ. അങ്കിളിന്റെ കയ്യിൽ നീ ചോക്ലേറ്റ് വാങ്ങിച്ചാ അത് പ്രതിഫലമായി പോവും. പിന്നെന്താ മോൾക്ക് വേണ്ടത്? ഒന്നും വേണ്ട അങ്കിൾ. ഇങ്ങനെ പേടിക്കില്ലെന്ന് ഇവളെ നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. എന്തൊരു പേടിയാ, നിക്കണ കണ്ടോ? ഇണങ്ങി വന്ന്. നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലാ? അതേ ബിഗ് ഫ്രണ്ട്. മോളെ, സ്നാക്സ് കഴിക്കാനുള്ള സമയമല്ലേ, കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കേട്ടെ. വേണ്ട ആന്റി. ഓ, കടമ ചെയ്യുമ്പോ പ്രതിഫലം വാങ്ങാൻ പാടില്ലല്ലോ അല്ലേ? അല്ല, ഇവിടുന്ന് പച്ചവെള്ളെങ്കിലും കുടിക്കോ ഇയാള്? വേണ്ട അങ്കിൾ, വെള്ളം വാട്ടർ ബോട്ടിലുണ്ട്. ഓ, അന്യരുടെ കയ്യിൽ നിന്ന് ഒന്നും കഴിക്കോ കുടിക്കോ ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളേ. അതിന് ഞങ്ങൾ അന്യരല്ലല്ലോ മോളെ. പിന്നെ അന്യരല്ലെങ്കിൽ പിന്നെ ആരാ ആന്റി? അത് മോളുടെ ഫ്രണ്ട് അല്ലേ പപ്പി? അപ്പോ പപ്പിയുടെ ബന്ധുക്കൾ എങ്ങനെ മോൾക്ക് അന്യരാകുക? പപ്പിയുടെ അമ്മ മോൾക്കും അമ്മയെ പോലെ തന്നെയല്ലേ? ഇതൊക്കെ സത്യക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ.
പേര് സത്യാന്നാ? അതെ, എന്റെ അച്ഛമ്മയുടെ പേര് അത്. അമ്മയ്ക്ക് അച്ഛമ്മയെ വലിയ ഇഷ്ടമാ. അതുകൊണ്ടാ അച്ഛമ്മയുടെ പേര് എനിക്കിട്ടത്. ആഹാ, സത്യാന്നാ മോളുടെ അച്ഛമ്മയുടെ പേര്? സത്യഭാമ. സത്യഭാമന്ന് എന്റെയും പേര്. അറിയാ സത്യമ്മേ. മോളുടെ അച്ഛമ്മ എന്ത് ചെയ്യുന്നു? വിദേശത്താ. അവിടെ ജോലിയാ? ബിസിനസ്സാ. അച്ഛനോ? അച്ഛനും വിദേശത്താ. അപ്പോ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും അമ്മയും മുത്തശ്ശനും. ഓ, മുത്തശ്ശൻ എന്തെടുക്കുന്നു? മുത്തശ്ശൻ വയ്യാണ്ട് കിടക്കിയാ. ഓ, അമ്മമ്മയോ? അമ്മമ്മയ്ക്കൊരു ഹോട്ടലുണ്ട്. ഓ, മോളുടെ അമ്മയ്ക്ക് ജോലിയുണ്ടോ? ഉണ്ട്. എന്ത് ജോലിയാ? വലിയ ഓഫീസറാ. എന്താ അമ്മയുടെ പേര്? ഹലോ അമ്മ. മോളെ, നീ എവിടെയാ? സ്കൂളിൽ കണ്ടില്ലല്ലോ. ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാ അമ്മേ. ഫ്രണ്ടിന്റെ വീട്ടിലോ? അതെ അമ്മേ, എന്റെ ഫ്രണ്ടിനെ ചിലർ തട്ടിക്കൊണ്ടുപോവാൻ നോക്കി. അവളെ രക്ഷിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക. തട്ടിക്കൊണ്ടു പോവാൻ നോക്കിയെന്നോ? മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കിയത്. നീ ഇതിപ്പോ എവിടെയാ? പറഞ്ഞില്ലേ അമ്മേ, ആ ഫ്രണ്ടിന്റെ വീട്ടിലാ. അതെവിടെയാ? സ്ഥലം എനിക്കറിയില്ല അമ്മേ. പോലീസ് അങ്കിളാ കൊണ്ടുവന്ന എന്നെ. ആ വിഷ്ണു, നീ ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അമ്മ, ഞാൻ ഫോൺ ഒരാൾക്ക് കൊടുക്കാവേ. ഹലോ മാഡം. ഈശ്വര, അപ്പൊ സ്വന്തം കൂടെപ്പിറപ്പിനെയാണോ സത്യ രക്ഷിച്ചത്? മാഡം വലിയൊരാളാ. ഈ പ്രായത്തിൽ തന്നെ ഇത്രയും മൂല്യം ധൈര്യമൊക്കെ ഈ മോളുടെ ഉള്ളിൽ നിന്ന് ഇറക്കണമെങ്കിലേ മാഡം തീർച്ചയായിട്ടും വലിയൊരാൾ തന്നെയാ. എടുക്കുകയുള്ളു അല്ലേ? മിടും പിടിക്കുക. വിഷ്ണുട്ടാ, വിഷ്ണുവേട്ടൻ്റെ മോള് തന്നെയാ മമ്മിയുടെ മിടുക്കി. ഹലോ മാഡം, എന്തോന്നും മിണ്ടാത്ത? ഹലോ, കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട്. ആ മോനെ, ആ ഫോണിങ് തന്നെ. ആ മോളെ, പറയൂ. ഇത്രയും ചെറുതായിരിക്കുമ്പോഴേ ഇവൾ ഇത്ര ധൈര്യം കാണിക്കണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല മോളെ. സത്യഭാമയുടെ പേരക്കുട്ടിയെ അവള് രക്ഷിച്ചത്. അതിനെങ്ങനെയാ? പപ്പിയെ രക്ഷിച്ചതും സത്യമ്മയുടെ പേരക്കുട്ടി തന്നെയാ. സത്യമ്മ, എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല മോളെ. ഉറ്റവർക്ക് ആപത്ത് പറ്റിയാലും തിരിഞ്ഞു നോക്കാത്ത കാലോ ആ സ്ഥാനത്താ മോടെ മോള്.
അത് വലിയ കാര്യം മോളെ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയ്ക്ക് നന്ദി പറയാനൊന്നുമില്ല. ആപത്തിപ്പെടുന്ന ആർക്കു വേണ്ടിയും അവൾ അത് തന്നെ ചെയ്യും. ഈ കുഞ്ഞിനെ കാണുമ്പോ എനിക്കെന്തോ ഒരു അദൃശ്യ ബന്ധമുള്ളത് പോലെ തോന്നിപ്പോവാ.